2012-13 ആ സമയത്താണ്. ഏകദേശം ഒരു 10 കൊല്ലം ആയിട്ടുണ്ട്. പണ്ട് മുതലേ ഈ കോണ്ടസ എന്ന് പറയുന്നൊരു വണ്ടിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അന്ന് കുറേ വണ്ടികൾ പോയി കണ്ടു. എറണാകുളത്തു നിന്നാണ് ഒരു വണ്ടി എടുക്കുന്നത്. ഇതൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കടന്ന വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പുള്ളി അത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ വീണ്ടും സംസാരിച്ച് അത് പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റഡിയിലേക്ക് കൈ കിട്ടി. ഇപ്പം 10 കൊല്ലമായി. ഇത് 98 മോഡൽ വണ്ടിയാണ്. ഇസുസു എഞ്ചിനാണ്. കോണ്ടസ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ മസിൽ എന്ന് പറയുന്നൊരു വാഹനമാണ് പൊതുവെ എല്ലാവരും പറയുന്നൊരു കൺസെപ്റ്റിൽ. പിന്നെ ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഫോർഡ് മസ്താങ്ങിനോടൊക്കെ ഒരു സാമ്യം വരുന്ന ഒരു രീതികളാണ് വണ്ടിയുടെ ഒരു മാനുഫാക്ചറിങ് വന്നേക്കുന്നത്. ഇത് വോക്സ്വാൾ വിക്ടർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ആ ഒരു മോഡലാണ് നിലവിൽ കേരളത്തിൽ ഈ വണ്ടി ആദ്യം ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ വണ്ടിയോടുള്ളൊരു താല്പര്യം വരുന്നത്. നമ്മുടെ കിട്ടുമ്പോൾ ഈ വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ആയിരുന്നു. അതിലൊന്നും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷന് നമുക്ക് കിട്ടി. നമ്മളതിന് ശേഷമാണ് പിന്നീട് നമുക്ക് പെയിൻറ്റിങ് ഒക്കെ ആണെങ്കിലും ഈ ഒരു ഡാർക്ക് ഷെയ്ഡായിരുന്നു, ഇത്ര ഗ്ലോസി ഒന്നും അല്ലായിരുന്നു. പിന്നെ അത് നല്ല രീതിയിൽ ഗ്ലോസി ആക്കി രണ്ടാമത് വർക്ക് ചെയ്തെടുത്തതാണ്. ഇതിപ്പം നമ്മൾ വണ്ടി പണിയിക്കുന്നത് ഇവിടെ ചിങ്ങവനത്ത് തന്നെ ഉള്ള ഒരു മരക്കാറിൽ വർക്ക് ചെയ്തൊരു രാജു എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ വണ്ടി പണിയുന്നത്. ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 60,000 കിലോമീറ്റർ അടുത്ത് 60,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമുക്ക് അംബാസഡർ ഇസുസു ആയിട്ട് നമുക്ക് കുറച്ച് പാർട്സൊക്കെ മെക്കാനിക്കൽ പാർട്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആക്സസറീസ് ഐറ്റംസ് കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കാം. ഇപ്പോൾ എല്ലാ പാർട്സും ഒന്നും നമുക്ക് ആക്സസറീസ് ഐറ്റംസ് കിട്ടാറില്ല. ഇപ്പോൾ ബമ്പർ അല്ലെ ഹെഡ്ലൈറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബോഡിയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പാച്ച് വർക്ക് കയറാത്ത രീതിയിൽ പെയിൻറ്റ് ചെയ്ത് നല്ല കണ്ടീഷനിൽ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ലൈഫ് ചെയ്യും. ബമ്പർ, ടെയിൽ ലാമ്പ് അതൊക്കെ നമുക്ക് കിട്ടാൻ വളരെ പാടാണ്. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ കിട്ടുന്ന അവൈലബിളുള്ള ഈ ബെൻസ് അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെയാണ് നമ്മളിപ്പോൾ സ്യൂട്ടി എടുക്കുന്നത്. ബെൻസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ 24 വോൾട്ട് ലോറിക്ക് വരുന്ന ടൈപ്പ് തന്നെ 12 വോൾട്ടിൻ്റെ ബൾബ് വരുന്നുണ്ട്. അപ്പോൾ ആ മോഡലാണ് ഇപ്പോൾ നമ്മൾ ഈ കോണ്ടസയുടെ ടെയിൽ ലാമ്പായിട്ട് പലരും സ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ കിട്ടാനില്ല. ഞാനിപ്പോൾ ഡെയിലി യൂസ് ഒരു 5 കിലോമീറ്ററിലും ഡെയിലി ഒന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. വണ്ടിക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ജാമാതിരിക്കും. പിന്നെ കറക്റ്റായിട്ടൊരു വർക്കിംഗ് കണ്ടീഷൻ എപ്പോഴും ഓക്കെ ആയിരിക്കും. അപ്പോൾ അത് ഡെയിലി അങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഒരു 5 കിലോമീറ്ററിലും മിനിമം ഓടണം. അതാണ് നമ്മുടെ മെക്കാനിക്കൊക്കെ ആണെങ്കിലും പറയുന്നൊരു കാര്യം അതാണ്. കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ നമുക്കിപ്പം ഡീസൽ എന്തെങ്കിലും കയറാതെ വരിക, അല്ല പമ്പിലോട്ട് കറണ്ടി അല്ല വരിക, അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകളാണ് ഇതിന് വരുന്നത് മെയിനായിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബോൾ ജോയിൻറ്റ്, സ്റ്റബ് ആക്സിൽ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻ്റ് ഇല്ലാതെ പോകാം. പ്രശ്നമൊന്നുമില്ല. ഞാനിത് ലോങ് ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങളൊരു വണ്ടി എടുത്ത ടൈമിൽ തന്നെ നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പ് ഇതേ പോയിട്ടുള്ളതാണ്. അത് ഞാനും എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു ഫ്രണ്ടൂടെ ഞങ്ങൾ ഇവിടുന്ന് നേരെ കൊടൈക്കനാൽ പോയി. അവിടുന്ന് അങ്ങനെ കറങ്ങി കൊച്ചി വന്ന് പിന്നെ തിരിച്ച് ഇവിടെ നാട്ടിൽ വന്നു. അങ്ങനെ 3 ദിവസത്തെ ഒരു ട്രിപ്പ് പോയിട്ടുള്ള പളനിയൊക്കെ കറങ്ങി. അങ്ങനെ കംപ്ലീറ്റ് സ്റ്റോക്ക് കണ്ടീഷൻ എടുത്ത സമയത്താണ്. ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ആദ്യം എടുത്ത സമയത്ത് അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം ലോങ് പോകാറുണ്ട്. നമുക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടൊരു താല്പര്യം ആദ്യം വേണം. നമുക്ക് പുതിയ വണ്ടിയിൽ കമ്പയർ ചെയ്ത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സേഫായിരിക്കും. എപ്പോൾ റൈഡ് ചെയ്താലും നമുക്ക് സേഫാണ് ഈ വണ്ടി. പുതിയ വണ്ടി പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാനുള്ളൂ. ഈ വണ്ടിയിൽ മെയിനായിട്ടും നമ്മൾ ചേഞ്ചസ് വരുത്തിയെന്ന് പറഞ്ഞാൽ അലോയ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് 13 ഇഞ്ചാണ് വണ്ടി സ്റ്റോക്ക് വരുന്നത്. നമ്മളത് 17 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ബാക്കിലത്തെ ഷോക്ക്, ഫ്രണ്ട് അത്യാവശ്യം സസ്പെൻഷൻ അങ്ങനെയുള്ളതെല്ലാം മാറ്റി ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ള് ഇന്നോവയുടെ രീതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് റൈഡിങ് കംഫർട്ട് കുറച്ചുകൂടെ സുഖമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ധൈര്യമായിട്ട് ലോങ് പോകാനൊക്കെ ഉപകരിക്കും. പിന്നെ ബാക്കിലാണെങ്കിൽ തന്നെ സസ്പെൻഷൻ ഇതിൻ്റെ ഒറിജിനൽ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഈ വേറൊരു വണ്ടിയിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം അതൊരു കംഫർട്ടാണ്. ഒരിക്കലും ഒരു വണ്ടിക്ക് നെഗറ്റീവായിട്ട് അത് പറയാൻ പറ്റത്തില്ല. ബാക്കിൽ ക്വാളിസിൻ്റെ നമുക്ക് ക്ലിയറൻസ് ആണ് മെയിനായിട്ടും കൂടുന്നത്. നേരെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 13 ഇഞ്ചേ പോകുന്നതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറവാണ്. ഇപ്പോൾ ഈ 17ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അലോയ്സും അതുവഴി തന്നെ വണ്ടിക്ക് കുറച്ച് ഷോ ആണ് മെയിനായിട്ട്. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെക്കാനിക്കലി നോക്കിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സസ്പെൻഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് വണ്ടിക്ക് കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് പല പാർട്സുകളും പെട്ടെന്ന് ഡാമേജ് ആകാത്ത രീതിക്ക് നമുക്ക് ഒപ്പിച്ചെടുക്കാം.
പഴയ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ബോൾ ജോയിൻറ്റ് അല്ലെങ്കിൽ ടൈറോഡിൻ്റെ അങ്ങനെയുള്ള സ്റ്റബ് ബാക്സിൽ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലുള്ളൊരു കാര്യങ്ങൾ. അപ്പം പെട്ടെന്ന് ബ്രേക്കായി പോവുക, ബോൾ ജോയിൻറ്റ് ഒടിയുക, അല്ലെ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ പണ്ട് സ്ഥിരം ഈ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ രീതിക്ക് നമുക്ക് ഓൾട്ടർ ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിഹാരമാണ്. അതെ, റൈഡിങ് കംഫർട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ ആകെ ഒരു നെഗറ്റീവ് പറയാൻ പറ്റുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേണിങ് റേഡിയസ് വളരെ കുറവായിരിക്കും. അതിൻ്റെ ചേഞ്ചസ് വരുന്നുണ്ട്. സ്റ്റോക്കിന് അത്രയും ഒരു ടേണിങ് എടുക്കുമ്പോൾ ഉള്ളൊരു റേഡിയസ് കുറവായിരിക്കും. നമുക്ക് ഇൻറ്റീരിയർ ഈ വണ്ടിയുടെ ഇപ്പോൾ ഈ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒറിജിനലി നമുക്ക് കിട്ടിയേക്കുന്ന രീതിക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സെൻട്രൽ കൺസോളിൽ ഇപ്പോൾ ഈ വരുന്ന AC വെൻ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പഴയ ആ ഒരു ഐറ്റംസ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പുതിയ ഒരു മോഡലിലേക്ക് അത് ചേഞ്ച് ചെയ്യും. അത് നമ്മുടെ തന്നെ ഒരു ഐഡിയക്ക് ചെയ്തേക്കാണ്. ഇത് സ്വിഫ്റ്റിൻ്റെ ആ ഒരു പോർഷനാണ് ആ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് AC ഇടുന്ന ടൈമിൽ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ അതെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പഴയ ഒരു വാഹനം ആയതുകൊണ്ട് അതിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിപ്പം കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്യൂവല് അങ്ങനെയുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വരുമ്പോൾ, അതായത് കറക്റ്റ് ആക്കാത്ത രീതിക്ക് വരുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ ടെമ്പറേച്ചർ ഗേജ് വേറെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ നമുക്ക് കറക്റ്റ് അറിയാം. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ആക്സറീസ് എന്നുള്ളൊരു രീതിക്ക് മാറ്റിയെടുത്തതേ ഉള്ളൂ. ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് അതിൻ്റെ ബാക്കി പോർഷൻസ് ഒക്കെ വന്നേക്കുന്നത്. ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് സീറ്റ് വണ്ടി നമ്മൾ കിട്ടുന്ന ടൈം തൊട്ട് ഈ ഒരു സീറ്റാണ് ഇരിക്കുന്നത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നമ്മുടെ അടുത്ത് വെക്കുന്നതല്ല, നമുക്ക് കമ്പനി കിട്ടിയ എൻ്റെ വണ്ടി ഇപ്പോൾ ഈ 10 കൊല്ലം മുന്നേ കിട്ടിയ ടൈമിലുള്ള അതേ ഫിനിഷിങ് തന്നെ ഇപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. സെയിം സീറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ അതെ അതെ. പിന്നെ ഈ ഡോർ ഹാൻഡിൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്തെടുത്തേക്കുന്നതാണ്. അതെ അതെ. ഇപ്പോൾ ബാക്കിലാണെന്നുണ്ടെങ്കിൽ അതിന് ആസ്ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ഇപ്പോൾ നേരത്തെ വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയുള്ള ഒരു ഐറ്റമാണത്, ആസ്ട്രേ വെച്ചേക്കുന്നത്. അത് ആ പണ്ട് എങ്ങനെയാണോ ആ ഹാൻഡിൽ വന്നുകൊണ്ടിരുന്നത് അത് നമ്മൾ വീണ്ടും രണ്ടാമതൊന്ന് മോഡി എടുത്തപ്പോൾ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം ചെയ്തെടുത്താണ്. എല്ലാം കംഫർട്ടാണ്. നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇങ്ങനെ. അതൊക്കെ അന്നക്കാലത്തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപടി തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.